അരിയിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത് അല്ലേ? SvsTechCurryWorld സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇത് കോഴിനോടിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും കൂട്ടുകാരൻ്റെ വൈഫും ഞാനും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിനോട്ടിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് ഇതിലത്തെ ചേരുവകളൊക്കെ പറഞ്ഞു തരുന്നത്. ഞാനും കൂട്ടുകാരൻ്റെ വൈഫും നമ്മൾ ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ പിന്നെ അമ്മയെന്ന് വെച്ചാൽ ആദ്യം വീഡിയോ കാണിക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല, പറ്റൂല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ അമ്മയായിട്ട് നന്നായിട്ട് കമ്പനി ആയപ്പോഴാണ് അമ്മ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അതിനുവേണ്ടി ഏകദേശം 1.5 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ചേരുവകളാണ്: ഒരു ചെറിയ സബോള, ഒരു 10-15 ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഉപ്പ്, മുളക്, മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി. ഇവയാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മൾ ആദ്യമായിട്ട് സബോള അരിയുക, ചെറിയ ഉള്ളി കീറി വെക്കുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ അകത്തോട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയിൽ കുറച്ചെടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് തിരുമ്മി അതിൻ്റെ കൂടുതൽ ആണെങ്കിൽ ഒരു നാരങ്ങാനീര്, കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ്. ഉപ്പ് തിരുമ്മി കുറച്ചും കൂടെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത്, ചെമ്മീൻ വേവിക്കുന്ന ചട്ടിക്ക് അതാണ് എപ്പോഴും നല്ലത്. അവിടെ അമ്മയും സൂര്യയൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കിലാണ്. റഷീദ് ഞാനും ഇവിടെ വന്നിട്ട് പതിയെ ഞങ്ങളിങ്ങനെ മൊബൈലൊക്കെ നോക്കി കുറച്ച് പറഞ്ഞിരിക്കും. ഒരു ചട്ടി എടുത്ത് ചെമ്മീൻ അതിനകത്തിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കുക. വേവിക്കുമ്പോൾ ചിലർ അതിൻ്റെ അകത്ത് കുടംപുളി, ചെറിയൊരു കഷ്ണം കുടംപുളി ഇടാറുണ്ട്. അത് കുടംപുളി ഇട്ടാലും ദോഷമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. അങ്ങനെ വെള്ളം ഒഴിച്ച് ചെമ്മീൻ മൂടി വെച്ച് വേവിക്കുക. ഏകദേശം വെള്ളം പറ്റാറാകുമ്പോൾ അത് വെന്തോന്ന് നോക്കുക. അങ്ങനെ വെള്ളം പറ്റുമ്പോഴത്തേക്കും അത് വേവും. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ വെന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞാൻ റഷ്യ വന്നിട്ടുണ്ട്. റഷ്യാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാവരെയും കൂടി പാർട്ടിസിപ്പേഷൻ ഇല്ലേ. അമ്മയാണ് ചീഫ് ഷെഫ്. നമ്മൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചെമ്മീൻ നമ്മളെടുത്ത് ഇതിൽ ചാറ് ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കുക 2 സൈഡും. ഇത് വെന്തിട്ടുണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തിരിച്ചിടുക രണ്ടാമതിന് ശേഷം ഇത് സൈഡിലുള്ള അരവങ്ങൾ മൊത്തം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. വെള്ളം കൂട്ടി ഈ അരവങ്ങളെല്ലാം പതുക്കെ തോണ്ടി സൈഡിലുള്ള അരവങ്ങൾ. ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ അരവത്തിനാണ്. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചൂടാകുമ്പോൾ ഈ അരവും സൈഡിൽ നിന്ന് തള്ളി ഈ ചാറിലേക്ക് ഇടണം. ശേഷം ഒന്ന് ഇളക്കി കുറച്ച് സമയം ഇതിവിടെ വെക്കാം. നമുക്ക് ഈ പതുക്കെ വേറെ പരിപാടിയിലേക്ക് പോകാം. അതെ, ഞാനും ക്യാമറമാനും പുള്ളിയുടെ പറയാൻ പോകട്ടോ. തക തക താത്തിനം തക ധൈരാര തകദിനം തക ധൈരാ ഋഷി നന്ദക തകദിനം തക താരദിനം തക ധൈരാര
ചെമ്മീൻ വെന്ത് മാറ്റി വെച്ചു. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അമ്മ ചെയ്യാൻ പോണത് നമ്മുടെ ചെമ്മീൻ ഇപ്പൊ ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പൊ അമ്മ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലിലാണ്, കൂരാച്ചുണ്ട് ഭാഗത്തുള്ള സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിർബന്ധിച്ചാണ് നമ്മൾ ചെയ്യണം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അവിടുത്തെ കോഴിക്കോടൻ സ്റ്റൈലിൽ കാണിച്ചിടാൻ വിചാരിച്ചു. നമ്മൾ ചെമ്മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് വരുന്ന സ്മെല്ല് ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്തായാലും അടിപൊളി. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴുള്ള സ്മെല്ല്. അത് നമ്മളൊരു റോസ്റ്റ് പോലെയാണ് ചെയ്യണത് അല്ലേ? റോസ്റ്റ് പോലെ ചെയ്യണം. വേറെ രീതി ചെയ്യാത്ത നാട്ടിൻ്റെ അവിടെ കോഴിക്കോട് ഇതെല്ലാം ഉണ്ട്, ഇങ്ങനെല്ലാം ഉണ്ട്. വറുത്തെടുക്കും വേറെ ഡയറക്റ്റ് എടുത്ത് വറുത്തെടുക്കും. അങ്ങനെ ചെയ്യും. നമ്മുടെ ആള് കൂടെ നമ്മൾ ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കണം അല്ലേ? ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വാങ്ങിച്ചാലും കുറച്ചുണ്ടാവുള്ളൂ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ. ചെമ്മീനും കക്കയൊക്കെ അങ്ങനെയാണ്, പൊലിമ കുറവായി. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിയും ചെയ്യണം. 1 മണിക്കൂറെങ്കിലും വേണം ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ തന്നെ. അപ്പം നമ്മുടെ ചെമ്മീൻ വറുത്ത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ ചെമ്മീൻ ഏകദേശം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് സവാള വാട്ടുക. ഇത് ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളി. സവാള ഇടുന്നുണ്ടോ? അപ്പം നമ്മള് സവാള രണ്ടും കൂടെ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത്. ചെറിയ ഉള്ളി ഇങ്ങനെ നെടുകെ പൊളിച്ചതായിട്ട് ഇടണം കേട്ടോ. ഏകദേശം എത്ര ചെറുവ് ഉണ്ടാവും? ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ 150 ഗ്രാം ഉണ്ടാവും. 10-15. അമ്മയൊക്കെ ഇതിന് കൈയളവാണ് ഇവരൊക്കെ. നമ്മളെ ഇതല്ല, എല്ലാ അമ്മമാർക്കെല്ലാം കൈയളവായതുകൊണ്ട് അങ്ങനെ അവർ ചെയ്താക്കണം. അപ്പോൾ ചെറിയ ഉള്ളി അങ്ങോട്ട് വട്ടിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ കൂട്ടിൽ ഒരു സവാള അരിഞ്ഞ് 4 പച്ചമുളകും കൂടി ഇടുക. ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി ആദ്യം കുറച്ച് ഉപ്പിടണം. നല്ലപോലെ വറ്റുന്ന വരെ ഇളക്കി. വലുതായി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇടുക. ഉള്ളി ഒരുവിധം വരണ്ടു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ഇടുക. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വരണ്ട്. ഇനി ഒരു തക്കാളി മുറിച്ച് ഇട്ടിടുക. അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ആദ്യം കുറച്ചൊരു ചമ്മലും കുറച്ചൊരു അമ്മക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആൾ ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. മഞ്ഞൾ കുറവാന്ന് തോന്നുന്നു, മഞ്ഞളിടുക. മുളക് പൊടി കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നു, കുറച്ചുകൂടി ചേർത്ത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇടുക. എണ്ണ കുറച്ച് കുറവാന്ന് തോന്നുന്നത്, കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇടുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള സംഭവം കേട്ടോ. കുരുമുളകും മുളക് പൊടിയും
മസാലപ്പൊടി എല്ലാം കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കണത്. അടിപൊളി കോഴിക്കോടൻ സ്റ്റൈൽ. നല്ലതൊക്കെ സവാളയും ഉള്ളിയെല്ലാം വാടി ആ കളറുണ്ടാവും. ഗംഭീരമുണ്ട്. അമ്മയുടെ സ്പെഷ്യലാണത്. അതെ, കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. ഇനി അതിലോട്ട് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്ന ചെമ്മീനിടുക. ചെമ്മീൻ ഇട്ടിട്ട് വരുമ്പോഴുള്ള കളറും ആ മുരിഞ്ഞ മണവും എല്ലാം വരുന്നുണ്ട്. ചെമ്മീൻ എന്തായാലും നമുക്ക് കാണുമ്പോൾ വായിൽ വെള്ളം ഊറുന്നുണ്ട് അല്ലേ ഋഷി? അല്ലേ? അതെ, ഉപ്പ് നോക്കട്ടെ. ഞാൻ നോക്കിയാൽ മതി അമ്മ. എനിക്കൊന്നു വയലുള്ള മല ഉപ്പ് കറക്റ്റാണ്. ഒത്തിരി കൂടി പക്ഷെ കഷ്ണത്തിന് ഉപ്പുണ്ട്. അതെ, ഒന്നും ഇറങ്ങാണ്ട. കറക്റ്റ് പാവട്ടെ. ഓക്കെ, നല്ല കളർ. ഓക്കെ, ഉള്ളി പാകത്തിനാണ് ഉപ്പ്. ചെമ്മീൻ റോസ്റ്റ് റെഡി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് പ്ലേറ്റ് സെർവ് ചെയ്യാൻ പോവാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഡിഷ് ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.